15.7 section 15.7 next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓറിയന്റഡ് സർഫസ്. ഓറിയന്റഡ് സർഫസസ്. ഓക്കെ, സോ നമ്മുടെ സർഫസ് ഇന്റഗ്രൽസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർഫസ് ഇന്റഗ്രലിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ് to compute the flux of a vector field across a oriented surface. So അത് പറയുന്നതിന് മുമ്പേ എന്താണ് ഓറിയന്റഡ് സർഫസ് എന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് മീനിങ് ഓഫ് ഓറിയന്റേഷൻ? ഒരു സർഫസിനെ നമ്മൾ ഓറിയന്റബിൾ അല്ലെങ്കിൽ ടു സൈഡഡ് എന്ന് വിളിക്കണമെങ്കിൽ if it has a unit normal vector n that varies continuously over S. Okay, that means നമ്മൾ എന്നിന്റെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് എക്സ് വൈ സെറ്റ് ആയിരിക്കണം ഓൺ എസ്. അപ്പൊ ഒരു സർഫസ് എക്സിനെ നമ്മൾ ഓറിയന്റബിൾ അല്ലെങ്കിൽ ടു സൈഡഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ n വേരീസ് കണ്ടിന്യൂസ്ലി ഓവർ എസ് ആയിരിക്കണം. That means എന്നിന്റെ കമ്പോണൻസ് അറ്റ് ഈച്ച് പോയിന്റ് എന്നിന്റെ കമ്പോണൻസ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് സർഫസസ്. എക്സാമ്പിൾ സ്ഫിയർ. സ്ഫിയർ എന്താണ്? ഒരു ഓറിയന്റബിൾ സർഫസ് ആണ്. അതായത് ഇവിടെ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഫിയറിന്റെ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബോളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാം. സോ അതിന്റെ ഔട്ട്വേർഡ് നോർമൽസ്, യൂണിറ്റ് ഔട്ട്വേർഡ് നോർമൽസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ പുറത്തോട്ടല്ലേ ഉണ്ടാവുക? എല്ലാ നോർമൽ വെക്ടേഴ്സും ഇങ്ങനെ ഉണ്ടാവും അല്ലെ? സോ ഈ നോർമൽ വെക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ അവസ്ഥ? ഇത് ഞാൻ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ n ആണ് കൺസിഡർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവേർഡ് നോർമൽ വെക്ടർ -n വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ അല്ലെങ്കിൽ ഇൻവേർഡ് നോർമൽ വെക്ടർ. ഇപ്പൊ യൂണിറ്റ് ഇന്നർ നോർമൽ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് ഔട്ടർ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഇൻവേർഡ് വെക്ടർ ആണെങ്കിൽ ഉള്ളിലോട്ടാണ് ഉണ്ടാവുക, ഇൻസൈഡ് ദ സ്ഫിയർ ആയിരിക്കും. ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ വെക്ടർ ആണെങ്കിൽ അത് പുറത്തോട്ട് ഔട്ട്സൈഡ് ഫ്രം എസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് രണ്ട് പോസിബിൾ ചോയ്സസ് ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക്. ഓക്കെ, ഇത് കണ്ടിന്യൂസ്ലി ഓവർ എസ് വേരി ചെയ്യുന്നുണ്ട് അല്ലെ? സോ ദാറ്റ് സ്ഫിയർ എന്താണ്? ഒരു ഓറിയന്റബിൾ സർഫസ് ആണ്. ഓക്കെ, സോ the positive orientation for a closed surface S is the one for which the unit normal vectors point outward from S. ഇനി ഒരു നോൺ ഓറിയന്റബിൾ സർഫസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൊബിയസ് സ്ട്രിപ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മൊബിയസ് സ്ട്രിപ്പ് ഇത് നമുക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ ഓറിയന്റബിൾ സർഫസ് ആണ്. എന്ത് ചെയ്താന്ന് അറിയോ? ഒരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ളൊരു ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ എൻഡ് പോയിന്റ്സ് നോക്കിക്കേ. ഇതിൻ്റെത് AD ആണ്, ഇത് BC ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പേപ്പർ എന്താണ് ഹാഫ് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ഒട്ടിക്കുക. ഈ ഒരു രൂപത്തിൽ കണ്ടോ? ഈ സെക്കൻഡ് പിക്ചറിൽ കണ്ടില്ലേ? ഈ ഒരു രൂപത്തിൽ ഒട്ടിക്കുക. അതായത് സീനെ കൊണ്ടുപോയി എയിലും ഡിയിലും ബിയും അങ്ങനെ ഒട്ടിക്കുക. ഒന്ന് തിരിച്ചൊട്ടിക്കുക. ഓക്കെ, അപ്പൊ കിട്ടുന്ന സർഫസില്ലേ, അത്തരത്തിലുള്ള സർഫസിനെയാണ് നമ്മൾ മൊബിയസ് സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൊബിയസ് സ്ട്രിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ഓറിയന്റബിൾ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ ഈ ഒരു നോർമൽ ആണ് കൺസിഡർ ചെയ്യുന്നത് ഓരോ പോയിന്റിലും. അപ്പൊ ഈ പുറത്തോട്ടുള്ള നോർമൽസ്, അപ്പോ ഇതിപ്പോ ഉൾഭാഗമാണ് അല്ലെ? ഈ കാണുന്നതൊക്കെ ഉൾഭാഗമാണ്. പിന്നെ ഞാൻ പുറത്തൂടെ നോർമൽസ് എടുത്തെടുത്ത് വരുവാണ്. സോ പുറത്തൂടെ ഇങ്ങനെ നോർമൽസ് എടുത്തെടുത്ത് ഈ ഓരോ പോയിന്റിലും നോർമൽസ് എടുത്തെടുത്ത് ഇങ്ങനെ പോകും അല്ലെ? പുറത്തൂടെ എടുത്തെടുത്ത് ഞാൻ നോക്കിക്കേ, ഇത് തിരിച്ച് പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ നേരെ ഇങ്ങോട്ടാണ് വെക്ടർ വരുന്നത്, നോർമൽ വെക്ടർ വരുന്നത്.
അതായത് നമ്മൾ തുടങ്ങിയത് ഇൻവേർഡ് ആയിരുന്നു, ഇൻവേർഡ് നോർമൽ വെക്ടർ ആയിരുന്നു തുടങ്ങിയത്. പക്ഷെ നമ്മൾ എത്തിച്ചേർന്നത് അതേ പോയിന്റിൽ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്തല്ല, അതായത് ഇനീഷ്യൽ പോയിന്റില് എന്തായി, നമ്മൾ എടുത്തു വന്ന നോർമൽ വെക്ടേഴ്സ് പുറത്തോട്ടുള്ളതായിരുന്നു. പക്ഷെ ആ പോയിന്റ് പി എത്തിയ സമയത്തേക്കും ആ പോയിന്റിൽ എന്ത് വന്നു, നമ്മൾ അവസാനം എൻഡ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരു നോർമൽ വെക്ടർ ആയിട്ട് അല്ലെ. അതായത് ഒരേ പോയിന്റിൽ തന്നെ രണ്ട് നോർമൽ വെക്ടേഴ്സ് വന്നു, ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും. സോ ദാറ്റ് ഈ മൊബിയസ് സ്ട്രിപ്പ് എന്തല്ല, ഓറിയന്റഡ് സർഫസ് അല്ല. ഓക്കെ, ഒരു കാര്യമാണ്. നോൺ ഓറിയന്റബിൾ സർഫസിന് ഒരു എക്സാമ്പിൾ ആണ് മൊബിയസ് സ്ട്രിപ്പ്. ഓക്കെ, അതായത് എന്താണ് ഇവിടെ n does not vary continuously on Mobius strip and therefore the strip is not orientable. ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്കുള്ളത് സർഫസ് ഇന്റഗ്രൽസ് ഓഫ് വെക്ടർ ഫീൽഡ്സ്. ഓക്കെ, ഈ സർഫസ് ഇന്റഗ്രൽ ഓഫ് വെക്ടർ ഫീൽഡ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മെത്തേഡ് ഒന്നും വേണ്ട ആവശ്യമില്ല, അതൊന്നും സിലബസിലില്ല. എങ്ങനെയാണ് ഈ ഒരു ഇന്റഗ്രൽ വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡെഫിനിഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. സർഫസ് ഇന്റഗ്രൽ ഓഫ് എ വെക്ടർ ഫീൽഡ്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി എ continuous vector field defined on a region containing an oriented surface S with a unit normal vector n. Then the surface integral of f across S in the direction of n is double integral over S f dot ds equal to double integral over S f dot n ds, which is equal to limit m comma n tends to infinity summation I equal to 1 to n summation j equal to 1 to n f of xi yj f of xi yj dot nij delta sij. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സർഫസ് ഓറിയന്റഡ് സർഫസ് ആണ്. അതായത് വെക്ടർ ഫീൽഡ് എഫ് എന്താണ്, ഒരു കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡ് ആണ്, ഡിഫൈൻഡ് ഓൺ എ റീജിയൻ and that contains an oriented surface S with unit normal n. അങ്ങനെയാണെങ്കിൽ the surface integral of f across S in the direction of n is double integral over S f dot ds equal to double integral over S f dot n ds, which is equal to limit m comma n tends to infinity summation I equal to 1 to n summation j equal to 1 to n f of xi yj f of xi yj dot nij delta sij. ഈ സർഫസ് ഇന്റഗ്രലിനെ നമ്മൾ വേറൊരു പേരിട്ടും വിളിക്കാറുണ്ട്, അതാണ് ഫ്ലക്സ് ഇന്റഗ്രൽ. ഓക്കെ, this is one of the most important application of surface integral. ഓക്കെ, ഇനി സപ്പോസ് അതായത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ക്യാപിറ്റൽ എഫ് വെക്ടർ ഫീൽഡ് ആണ് അല്ലെ. ഇത് സർഫസ് ഈ ഒരു കാര്യത്തിൽ നിന്നും, അതായത് double integral over S f dot ds equal to double integral over S f dot n ds. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, the surface integral of a vector field f across an oriented surface S is the integral of the normal component of f. f dot n ds ആണ്. So എന്താണ്, the surface integral of a vector field f across an oriented surface is the integral of the normal component of f. സപ്പോസ് ദാറ്റ് നമ്മുടെ ഫ്ലൂയിഡിന് എന്തുണ്ട്, ഇത് നമ്മുടെ വെക്ടർ ഫീൽഡ്. സപ്പോസ് ദാറ്റ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ആയിട്ട് നമുക്ക് വെക്ടർ ഫീൽഡിനെ കൺസിഡർ ചെയ്യാന്നൊക്കെ നമ്മൾ വെക്ടർ ഫീൽഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഫ്ലൂയിഡിന് റോ ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് rho f dot ds gives the mass of the fluid flowing across S per unit time. Double integral over S rho f dot n എന്താണ് കിട്ടുന്നത്, അത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, the mass of the fluid flowing across S per unit time. ഓക്കെ, ഇനി ഫ്ലക്സ് ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുലയിലോട്ട് എത്തുവാണ് നമ്മൾ. ഈ ഒരു കാര്യം ഒന്നുമില്ല, n എന്താണെന്ന് നോക്കുന്നു,
നമുക്കറിയാം എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ എൻ എന്താണെന്ന് നോക്കുന്നു. അതായത് ഇൻ ടേംസ് ഓഫ് ജി ഓഫ് എക്സ് വൈ, എക്സ് ഇന്റഗ്രൽ ഇൻ ടേംസ് ഓഫ് ജി ഓഫ് എക്സ് വൈ എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി എൻ എന്താണ്, യൂണിറ്റ് നോർമൽ എൻ എന്താണെന്ന് നമ്മൾ നോക്കുന്നു. അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് വി നോ ദ ഡി എസ് എന്താണ് നമ്മൾ സെക്ഷൻ 14.5 ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എലമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. ആ 14.5 ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ആൻഡ് സോ ദാറ്റ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു, അതായത് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു എന്ത് കിട്ടും, dot n ds equal to double integral over s f dot n ds equal to double integral over d f dot minus gx xy I cap minus gy xy j cap plus k dA എന്ന് കിട്ടും. Okay, where d is the projection of s onto the xy plane. ഇനി നമുക്ക് ഒരു എന്താണ് ഒരു വെക്ടർ ഫീൽഡിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. P of xyz I cap plus Q of xyz j cap plus R of xyz k cap എന്ന് എക്സ്പ്രസ് ചെയ്യാം. സോ ഇത് നമുക്ക് ഈ ഒരു ഇന്റഗ്രന്റ് നമുക്ക് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് വി ഗെറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ടി മൈനസ് പി ജി എക്സ് മൈനസ് ക്യൂ ജി വൈ പ്ലസ് ആർ ഡി എ. ഈ ഒരു പാർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഈ നമ്മുടെ ഒരു ഫോർമുലയിലോട്ട് എത്തിയത് എന്നുള്ളതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഫോർമുല മാത്രം കിട്ടിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഈ ഒരു ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതാണ് തിയറം 3 പറയുന്നത്. നോക്കൂ, തിയറം 3 ഇവാലുവേഷൻ ഓഫ് സർഫസ് ഇന്റഗ്രൽസ് ഫോർ ഗ്രാഫ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാരാമെട്രിക് സർഫസിൻ്റെത് ഡിസ്കസ് ചെയ്യും. So evaluation of surface integrals for graphs. If f equal to pi cap plus qj cap plus rk cap is a continuous vector field in a region that contains a smooth oriented surface S given by z equal to g of xy and d is its projection onto the xy plane, then double integral over s f dot ds is equal to double integral over d minus p gx minus q gy plus r dA. Okay, ഇവിടെ ഇതെന്താണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ. അതായത് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വരുമ്പോൾ നമ്മൾ n എന്താണ്, നോർമൽ വെക്ടർ എന്താണെന്ന് കണ്ടു. എന്നിട്ട് അതിൽ നിന്ന് എഫ് ഡോട്ട് എൻ ഡി എസ് ഡിറൈവ് ചെയ്തെടുത്തു. ആ ഒരു ഫോർമുലയാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്റഗ്രലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റഗ്രൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താലേ. So that if s equal to s1 union s2 union etc union sn, the double integral over s f ds can be written as the sum of these integrals. That is double integral over s1 f dot ds plus etc plus double integral over sn f dot ds. So ഇത് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ 4. അതൊന്ന് നമുക്ക് നോക്കാം. നോക്കൂ, evaluate double integral over s f dot ds for f equal to f of x y z equal to x I cap plus y j cap plus z k cap, and s is the surface that is composed of the part of the paraboloid z equal to 1 minus x square minus y square lying above the xy plane and the disk set of all xy such that 0 less than or equal to x square plus y square less than or equal to 1. ഈ പാരബോളോയിഡിന്റെ പിക്ചർ ഒക്കെ നമ്മൾ മുന്നത്തെ സെക്ഷനിലൊക്കെ ഒരുപാട് കണ്ടയാണ്. സോ അതൊന്നും എങ്ങനെയാണ് ആ പാരബോളോയിഡ് വരുന്നതെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ജസ്റ്റ് ആ പിക്ചർ നോക്കുന്നേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി എസ് ഫ്ലെക്സ് ഇന്റഗ്രൽ ആണ്. എഫ് തന്നിട്ടുണ്ട് ആൻഡ് ഏതാണ് നമ്മുടെ സർഫസ് എന്ന് തന്നിട്ടുണ്ട്. സർഫസ് ഓറിയന്റഡ് ആണ്. നോക്കൂ, എസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. അതായത് പാരബോളോയിഡിന്റെ ഈ ഭാഗവും പിന്നെ എന്താണ് ഒരു ഡി തന്നിട്ടുണ്ട് അല്ലെ, സെറ്റ് ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ ഒരു ഡിസ്ക്, അതായത് ഈ ഒരു S2 എന്ന് പറഞ്ഞ ഡിസ്കും
S2 എന്ന് പറഞ്ഞ ഡിസ്ക് ഉണ്ട്, അതേപോലെ ഈ ഒരു പാരബോളോയിഡ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നതാണ് നമ്മുടെ എസ്. ഓക്കെ, അതായത് എസ് ഈസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതാം? S1 യൂണിയൻ S2 എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ് നമ്മൾ ഫ്ലെക്സ് ഇന്റഗ്രൽ കാണാൻ ഓരോന്നിലും ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 കാണാം, പിന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 കാണാം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ആൻഡ് നമ്മൾ S1 യൂണിറ്റ് നോർമൽസ് ഔട്ട്വേർഡ് ഇങ്ങനെ ഔട്ട്വേർഡ് നോർമൽസ് കൺസിഡർ ചെയ്യാം. അതേപോലെ S2 ഇങ്ങനെ താഴോട്ട് നമുക്ക് ഔട്ട്വേർഡ് നോർമൽസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓറിയന്റഡ് ആണ്, കാരണം n എല്ലായിടത്തും കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? സോ ദാറ്റ് നോക്കൂ, the closest surface S together with a few vectors from the vector field is shown in figure. നമ്മുടെ വെക്ടർ ഫീൽഡ് എന്തായിരുന്നു? വെക്ടർ ഫീൽഡ് ഈസ് f of x y z equal to xi cap plus yj cap plus zk cap. ഓക്കെ, ഇനി നോക്കൂ, ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എസിനെ S1 യൂണിയൻ S2 എന്ന് എഴുതാം. അത് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 കാണുന്നു, പിന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 കാണുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് g ഓഫ് xy എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കറിയാം z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇതാണ് നമ്മുടെ S1. സോ ദാറ്റ് g ഓഫ് xy ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? gx എന്താണെന്ന് അറിയണം, gy എന്താണെന്ന് അറിയണം. ഇവിടെ നിന്ന് ഡയറക്ട്ലി -2x ആണ് gx, dy എന്ന് പറയുന്നത് -2y ആണ്. ഓക്കെ, ആൻഡ് അതേപോലെ d എന്താണെന്ന് അറിയണം. d എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണ് അല്ലെ? പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തന്നിട്ടുള്ള എന്താണ്? സർക്കുലർ ഡിസ്ക് തന്നെയാണ്. അതായത് സെറ്റ് ഓഫ് x y such that 0 less than or equal to x square plus y square less than or equal to 1 ആണ് ഇതിന്റെ പ്രൊജക്ഷൻ ഓഫ് s on to xy plane എന്ന് പറയുന്നത്. ഓൾസോ p of xyz എന്താണ്, q of xyz എന്താണ്, r of xyz എന്താണെന്ന് അറിയണം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്യാപിറ്റൽ F എന്ന് കിട്ടും. ക്യാപിറ്റൽ F equal to xi cap plus yj cap plus zk cap അല്ലേ? സോ p എന്താണ്? p x ആണ്, q y ആണ്, z r z ആണ്. So that double integral over S1 f dot ds is equal to double integral over d minus p gx minus q gy plus r dA by formula. ഈ ഫോർമുല ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഫോർമുല ആണ് നമ്മൾ യൂസ് ചെയ്തത്. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം അല്ലേ? സോ നോക്കൂ, അപ്പൊ ഇങ്ങനെ കിട്ടി. എന്ത് ചെയ്യാ? നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p എന്ന് പറഞ്ഞാൽ x ആണ്, gx എന്ന് പറഞ്ഞാൽ 2x ആണ്, -2x ആണ്, q എന്ന് പറഞ്ഞാൽ y ആണ്, gy is -2y and r is equal to z. So that this is equal to double integral over d minus x into -2x minus y into -2y plus z. That is equal to 2x square plus 2y square plus z. Okay, so നമുക്ക് എന്ത് കിട്ടി? ഇത് ഡബിൾ ഇന്റഗ്രൽ ഓവർ d 2x square plus 2y square plus z dA കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പക്ഷേ നമുക്കറിയാം z ഈക്വൽ ടു എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ d 2x square plus 2y square plus 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ dA. ഇതെന്താണ്? നമുക്ക് 2x സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, സോ എക്സ് സ്ക്വയർ വരും. 2y സ്ക്വയർ ഉണ്ട്, മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ വരും. സോ ദാറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ d 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dA കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് നമ്മുടെ സർഫസ് നോക്കുക. സർഫസ് എന്താണ്? d എന്താണ്? സർഫസ് അല്ല, d നോക്കുക. d ഈസ് എ സർക്കുലർ ഡിസ്ക് അല്ലേ? d എന്ന് പറയുന്നത് സർക്കുലർ ഡിസ്ക് ആണ്. അതിന്റെ ലിമിറ്റ് കൊടുക്കണം.
സോ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാണ് എളുപ്പം. So by using polar coordinates, we put x equal to r cos theta, y equal to r sin theta, so that x square plus y square equal to r square, and limit theta varies from 0 to 2 pi, r varies from 0 to 1. So the integrand എന്താവും 1 plus r square ആവും, dA എന്ന് പറയുന്നത് r dr d theta ആവും. ഇനി എന്ത് ചെയ്യാം, ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലുള്ള ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തതാണ്, ഡബിൾ ഇന്റഗ്രൽ ആണ്, ഈസിലി ആയിട്ട് ചെയ്യാം. സോ finally you will get the answer as 3/2 pi. Okay, so നമ്മളിപ്പോൾ കണ്ടത് ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 ആണ്. നമുക്ക് എന്ത് കാണണം, ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 f dot ds കാണണം. അതിന് വേണ്ടിയിട്ട് S2 എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഡിസ്ക് D ആണ് അല്ലെ. S2 എന്ന് പറയുന്നത് ഡിസ്ക് D ആണ്. അവിടെ യൂണിറ്റ് നോർമൽ എന്താണ്, യൂണിറ്റ് നോർമൽ ഈസ് ഫോർ ദ ഡിസ്ക് D പോയിന്റ്സ് ഡൗൺവേർഡ്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, S2വിന്റെ നോർമലിനെ -k ആയിട്ട് കൺസിഡർ ചെയ്യാലോ. കാരണം n നോർമൽ ആണ്, n എന്ന് പറയുന്നത് നോർമൽ ആണ്. നമ്മുടെ ഡിസ്ക് ദാ ഇങ്ങനെ ആണ് D ഉള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമൽസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് n എന്താണ്, n-നെ നമുക്ക് -k ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ the normal for the surface S2 is n equal to -k. Okay, and normal points outward ആയതുകൊണ്ടാണ് -k എടുത്തത്. ഓക്കെ, നമ്മൾ സർഫസ് എസിന്റെ മൊത്തം വെക്ടേഴ്സ് ഔട്ട്വേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് ആ ഒരു പിക്ചർ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇതെന്ത് വരും, ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 f dot ds എന്താ വരുന്നത്, is equal to double integral over S2 f dot -k ds അല്ലേ, f dot n ds അല്ലേ, f dot n ds അല്ലേ. സോ ഇങ്ങനെ വരും. ഓക്കെ, that is equal to double integral over d minus z dA. ഓക്കെ, ഇനി നോക്കിക്കേ S2വിനെ നോക്കിക്കേ. S2 എന്തായിരുന്നു, S2 എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ ഡിസ്ക് ആണ്. സെറ്റ് ഓഫ് ഓൾ xy such that 0 less than or equal to x square plus y square less than or equal to 1. പക്ഷേ ഇത് എവിടെയാണുള്ളത്, ഇത് xy പ്ലെയിനിലല്ലേ, xy പ്ലെയിനിൽ z equal to 0 അല്ലേ. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, ഈ ഇന്റഗ്രൽ അല്ലെ, ഈ ഇന്റഗ്രൽ -z ആയിരുന്നു f dot n. സോ ഈ -z-ന് പകരം 0 കൊടുക്കാം. സോ ദാറ്റ് ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ d 0 dA. സോ ദാറ്റ് നമുക്ക് ആൻസർ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്, z equal to 0 on S2 ആയതുകൊണ്ട്. സോ ദാറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ S f dot ds മൊത്തം അല്ലെ, മൊത്തം കിട്ടാൻ രണ്ടും കൂടെ സം ചെയ്താൽ മതി. ഫസ്റ്റ് 3/2 പൈ ആയിരുന്നു, രണ്ടാമത്തേത് 0 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ 3π/2. ഓക്കെ, ഇനി ഇവിടെ ആ ഒരു എക്സാമ്പിൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വെക്ടർ ഫീൽഡിന് നമ്മൾ ഫ്ലൂയിഡിന്റെ ഫ്ലോ അഥവാ നോർമൽ വെക്ടേഴ്സ് ഔട്ട്വേർഡ് നോർമൽ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ f dot n ds എന്ത് കിട്ടി, 3π/2 എന്ന് ആൻസർ കിട്ടി. ഇതിന്റെ മീനിങ് എന്താണ്, the fluid flowing out through S at a rate of 3π/2 cubic units per unit time. അതായത് ഫ്ലോയിങ് ഔട്ട് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻവേർഡ് ആണ് എടുക്കുന്നതെങ്കിൽ -n കൺസിഡർ ചെയ്യണം അല്ലെ. സോ ദാറ്റ് നമുക്ക് അവിടെ എന്ത് ആൻസർ കിട്ടുക, എന്താണ് അവിടെ പറയാൻ പറ്റുക, ഫ്ലോയിഡ് ഫ്ലോസ് into S at the rate of 3π/2 cubic units per unit time. ഓക്കെ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആ ഒരു ഡിഫറൻസ്, ഫ്ലോയിഡ് ഫ്ലോയിങ് ഔട്ട് ത്രൂ എസും ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ടു എസും, ആ ഒരു ഡിഫറൻസ് നോക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാൽക്കുലേറ്റിംഗ് ദ ഫ്ലെക്സ് ഇന്റഗ്രൽ യൂസിങ്, അതായത് സർഫസ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ആവുന്ന സമയത്തുള്ള ഫ്ലെക്സ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് സർഫസ് പാരാമീറ്റർ സർഫസസ് ആവുന്ന കേസിലുള്ള ഫ്ലെക്സ് ഇന്റഗ്രൽ എന്താണ് എന്ന് നോക്കാം. ലെറ്റ്
S be an oriented surface represented by the vector equation R of uv equal to x of uv I cap plus y of uv j cap plus z of uv k cap. ഇത് പാരാമീറ്റർ ഡൊമെയിൻ D. അങ്ങനെയാണെങ്കിൽ നോർമൽ ടു S. നോർമൽ ടു S എന്താണ്? RU ക്രോസ് RV ബൈ മോഡ് RU ക്രോസ് R. യൂണിറ്റ് നോർമൽ ആണ്. ഇത് യൂണിറ്റ് നോർമൽ ആണ്. ഓക്കെ. Then therefore double integral over S f dot ds എന്ത് വരും? By definition this is equal to double integral over S f dot n ds. So n ന് വരെ ഇത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? double integral over S RU cross RV by mod RU cross RV ds. ഇനി ds എന്താണ്? ds is mod RU cross RV dA. Okay. So idum cancel ചെയ്യാം. So that we get double integral over S f dot ds equal to double integral over D f of R of uv dot RU cross RV. Okay, അതാണ് തിയറം 4 ൽ പറയുന്നത്. നോക്കൂ തിയറം 4. The evaluation of surface integrals of a vector field for parametric surfaces. If f is a continuous vector field in a region that contains a smooth oriented surface S with a parametric representation R of uv equal to x of uv I cap plus y of uv j cap plus z of uv k cap where uv belongs to D, then the surface integral of f over S is double integral over S f dot ds is equal to double integral over D f of R of uv dot RU cross RV dA. Okay, where f of R of uv equal to f of x of uv, y of uv, z of uv. So, ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നോക്കാം. Example 5. Find the flux of the vector field f of xyz equal to yi cap plus xj cap plus 2z k cap across the unit sphere x square plus y square plus z square equal to 1. Okay. അപ്പോൾ യൂണിറ്റ് സ്ഫിയർ ഉണ്ട്, ഫ്ലെക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സ് വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ഫിയർ ആണ് നമ്മുടെ സർഫസ്. സ്ഫിയറിന് നമുക്ക് പാരാമെട്രിക് റെപ്രസെന്റേഷൻ കൊടുക്കാലോ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് പാരാമെട്രിക് സർഫസുകളുടെ കാര്യം പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് സ്ഫിയറിനെ പാരാമെട്രൈസേഷൻ കൊടുക്കാന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ്? sin u cos v I cap plus sin u sin v j cap plus cos u k cap with the parameter domain set of all uv such that 0 less than or equal to u less than or equal to pi, 0 less than or equal to v less than or equal to 2 pi. So നമുക്ക് ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് RU cross RV വേണം. ഓക്കെ, RU കാണാൻ അറിയാം, RV കാണാൻ അറിയാം. അതേപോലെ RU cross RV കാണാനും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അത് ഞാൻ പറയുന്നില്ല. ഈ RU cross RV നമ്മൾ എനിക്ക് തോന്നുന്നു 15.6 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് RU cross RV കിട്ടി. എന്താണ്? സൈൻ സ്ക്വയർ യു കോസ് വി ഐ ക്യാപ് പ്ലസ് സൈൻ സ്ക്വയർ യു സൈൻ വി ജെ ക്യാപ് പ്ലസ് സൈൻ യു കോസ് യു കെ ക്യാപ്. ഓക്കെ, നമ്മൾ 15.6 ഒരു എക്സാമ്പിൾ 10 ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ റേഡിയസ് എ ആയിട്ടുള്ള സ്ഫിയറിന്റെ RU cross RV കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റ് എക്ക് പകരം 1 കൊടുത്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റേഡിയസ് ഇവിടെ 1 ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് RU cross RV കിട്ടും. ഓക്കെ, ആൻഡ് therefore f of R of uv dot RU cross RV, f of R of uv എന്താ വരിക? f എന്താണ്? f is y I cap plus x j cap plus 2z k cap ആണ്. സോ അവിടെ y ക്ക് പകരം എന്ത് കൊടുക്കണം? sin u sin v കൊടുക്കണം. സോ sin u sin v I cap. x ന് പകരം sin u cos v കൊടുക്കണം. സോ x j cap, that means sin u cos v j cap. പിന്നെന്താണത്? 2z, 2 cos u k cap dot RU cross RV. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ഫൈനൽ ആയിട്ട് ഇത് കിട്ടും. അതായത് 2 into sin cube u cos v, സോറി sin v cos v plus cos square u sin u എന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ എന്താണ് നമുക്ക് എഫ് ഓഫ് ആർ ഓഫ് യു ഡോട്ട് ആർ യു ക്രോസ് ആർ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ നമുക്ക് ഇന്റഗ്രൽ കാണാന്. എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ ഓഫ് യു വി ഡോട്ട് ആർ യു ക്രോസ് ആർ വി ഡി. ഓക്കെ, അതെന്ത് വരും? ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു 2 into integral 0 to 2 pi integral 0 to pi. പാരാമീറ്റർ ഡൊമെയിൻ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം? ലിമിറ്റ്സ് കിട്ടും അല്ലെ. യുടെ ലിമിറ്റും വിയുടെ ലിമിറ്റും അറിയാം. യുടെ ലിമിറ്റ് 0 to pi ആണ്, വിയുടെ ലിമിറ്റ് 0 to 2 pi ആണ്. പിന്നെ എഫ് ഓഫ് ആർ ഓഫ് യു വി ഇവിടെ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? സൈൻ ക്യൂബ് യു സൈൻ വി കോസ് വി പ്ലസ് കോസ് സ്ക്വയർ യു സൈൻ വി. നമുക്കിനി എന്ത് ചെയ്യാം? ഈ ഇന്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇതും സെക്കൻഡ് വൺ ഇതും. ഓക്കെ, രണ്ടിടത്ത് നോക്കിക്കേ, എന്താണ് അവസ്ഥ? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 into integral 0 to 2 pi integral 0 to pi sin cube u sin v cos v അല്ലേ, പ്ലസ് ഇന്റഗ്രൽ 0 to 2 pi 2 into integral 0 to 2 pi integral 0 to pi cos square u sin u du dv എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഇത് ഐറ്ററേറ്റഡ് ഇന്റഗ്രൽസ് അല്ലേ, അപ്പൊ ഇതിന് ഇന്റഗ്രൽസ് മാറ്റിയിട്ട് ചെയ്താലും പ്രശ്നമില്ല അല്ലേ. ലിമിറ്റ് ഒക്കെ നോക്കിക്കേ, ലിമിറ്റ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് മാറ്റിയിട്ട് ഇന്റഗ്രൽ ചെയ്താലും പ്രശ്നമില്ല. നോക്കൂ, ഇപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ വി വരുന്ന ടേംസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് മാറ്റാം. അതേപോലെ യു വരുന്ന ടേമിനെ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതെന്ത് വരും? 2 into integral 0 to pi sin cube u du. അതേപോലെ വി വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഇന്റഗ്രൽ 0 to 2 pi sin v cos v dv. അതേപോലെ രണ്ടാമത്തെ ഇന്റഗ്രലും കൊടുക്കാം. അതെന്ത് വരും? 2 into integral 0 to pi cos square u sin u du integral 0 to 2 pi dv. ഓക്കെ, അതെന്തുകൊണ്ടാണ്? നമുക്ക് ഫ്യൂബിനിസ് തിയറം ഉണ്ടായിരുന്നു അല്ലെ, അതായത് ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയത്. അത് യൂസ് ചെയ്തിട്ടാണ്. ഇനി നോക്കൂ, ഇനി ഈ ഒരു ഇന്റഗ്രൽ നോക്കിക്കേ, ഇന്റഗ്രൽ 0 to 2 pi sin v cos v. ഓക്കെ, അതെന്താണ്? അത് 0 ആണ്. കാരണം എന്താണ്? ഇവിടുത്തെ ഇന്റഗ്രന്റ് നോക്കിക്കേ, sin v cos v അതെന്ന് പറയുന്നത് 1/2 sin square v ന്റെ ഡെറിവേറ്റീവ് അല്ലേ. ഓക്കെ, അതുകൊണ്ട് എന്റെ ഇന്റഗ്രേഷൻ ഇസ് ദ ആന്റി ഡെറിവേറ്റീവ്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1/2 sin square v എന്ന് കിട്ടും. ലിമിറ്റ് ഫ്രം 0 to 2 pi. സോ ആൻസർ ഇസ് 0. സോ ഇത്രയും ഭാഗം 0 ആയി. അപ്പോ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ds is equal to 2 into integral 0 to pi cos cube u sin u du from 0 to 2 pi dv. And ഇവിടുത്തെ ഇന്റഗ്രന്റ് അതായത് cos square u sin u എന്ന് പറയുന്നത് എന്തിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ്? cos cube by u minus 1/3 cos cube u ന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ്. ഒന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും മതി. ഓക്കെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇത് എന്ന് പറയുന്നത് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് ഓഫ് minus 1/3 cos cube u ആണ്. സോറി, ഡെറിവേറ്റീവ് ഓഫ് minus 1/3 cos cube u ആണ്. And integration is the anti-derivative. So integral becomes this. And integral 0 to 2 pi dv എന്താണ്? 2 pi ആണ്. And ഇവിടെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? 8/3 എന്ന് കിട്ടും. സോ പാരാമെട്രിക് സർഫസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? പാരാമെട്രിക് സർഫസിന്റെ കേസിൽ നമ്മൾ ഫ്ലെക്സ് ഇന്റഗ്രൽ കണ്ടു.
ഓക്കെ, ഇനി ഫ്ലെക്സ് ഇന്റഗ്രലിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിന്റെ ഫിസിക്സിലുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്, കോളംസ് ലോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള. അവിടെ നിന്ന് ഒരു റിസൾട്ട് ഒക്കെ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ക്യൂ ഡോട്ട് എൻ ഡി എസ് എന്താണെന്നൊക്കെ കാണുന്നുണ്ട്, സർഫസ് ഇന്റഗ്രൽ. പിന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്, എക്സാമ്പിൾ 6, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് അക്രോസ് സ്ഫിയർ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് 15.7. അപ്പൊ ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ടുള്ള അത്രയും പോർഷൻസ്, എക്സാമ്പിൾ 6ഉം പിന്നെ ഈ ഒരു ഭാഗവും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് പഠിക്കുക കേട്ടോ. സോ ഇത്രയാണ് 15.6 വരുന്നത്. സോറി, 15.7.